തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ടെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ വ്യത്യസ്തമായി എന്തെങ്കിലും തൻ്റെ കഴിവുകൊണ്ട് നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സംരംഭം. ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള സംരംഭങ്ങളൊക്കെ ആവാം, പക്ഷേ അതിൽ വ്യത്യസ്തമായി എൻ്റെ ചേരുവ ചേർത്തുകൊണ്ട് പുതിയ രീതികൾ പരീക്ഷിക്കാൻ ശ്രമിക്കുക. പല ഉദാഹരണങ്ങളും നമുക്ക് മുമ്പുണ്ട്. ചില ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് ശീമാട്ടി ആ തുണിക്കടയിലേക്ക് കൂടുതൽ ആളുകൾ ഒരു കാലത്ത് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും പോകുന്നുണ്ടാവും. പക്ഷെ ദീന കണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ചെയ്തിട്ടുള്ള വ്യത്യസ്തത കൊണ്ട് മാത്രമാണ് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നത്. ഈ നൂതന സാങ്കേതിക വിദ്യകളുള്ള കാലഘട്ടത്തിൽ സ്വയം തൊഴിലിലേക്ക് ഇറങ്ങുന്ന പുതിയ വ്യക്തികൾ അല്ലെങ്കിൽ പുതിയ സംരംഭകർ എന്ന് തന്നെ പറയും. ഈ സംരംഭകർക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ആദ്യത്തെ അറിവ് എന്ന് പറയുന്നത് 1 ആത്മവിശ്വാസം വേണം, 2 ശുഭാപ്തി വിശ്വാസം വേണം, 3 എൻ്റെ കൂടെയുള്ള സംരംഭകർ അല്ലെങ്കിൽ പങ്കാളികളുണ്ട്, അവരിൽ വിശ്വാസം, പരസ്പര വിശ്വാസം വേണം. പലപ്പോഴും നമ്മുടെ ആളുകൾ ഒരു സംരംഭം തുടങ്ങിയതിനു ശേഷമാണ് ഇതിന്റെ വിപണി കണ്ടെത്താൻ ശ്രമിക്കുക. പക്ഷേ ഏറ്റവും ആദ്യം ഞാൻ എന്താണ് തുടങ്ങേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം. ഇതിന് വിപണിയുണ്ടോ, എത്രത്തോളം എനിക്ക് വിറ്റഴിക്കാൻ സാധിക്കുമെന്ന്, എൻ്റെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് എനിക്കൊരു ധാരണ വേണം. ഈ ഉൽപ്പന്നങ്ങളിലൊക്കെ തന്നെ സ്വയം നമ്മുടേതായ ഒരു ടേസ്റ്റ് ചേർത്തുകൊണ്ട് ഏത് കാര്യമാണെങ്കിലും, സർവീസ് മേഖലയാവട്ടെ ഉൽപാദന മേഖലയാവട്ടെ, ഏതിലും നമ്മുടെ ഒരു കൈപ്പട പതിപ്പിക്കാനായാൽ, അങ്ങനെ നേട്ടങ്ങൾ കൊയ്യാനായാൽ നമ്മൾ സംരംഭത്തിൽ വിജയിക്കും.